നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു ലൈവ് അൺബോക്സിംഗ് ആണ്. പൊതുവേ നമ്മൾ ലൈവ് അൺബോക്സിങ്സ് ഒന്നും ചെയ്യാത്തതാണ്, എന്നാൽ ഒരുപാട് നാളായി ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ OnePlus Buds Pro ആണ്. ഒരു മാറ്റ് ബ്ലാക്ക് ഒരു എഡിഷനാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് സ്മാർട്ട് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നിങ്ങളുടെ നോയ്സ് ക്യാൻസലേഷൻ കൂടുകയും കുറയുകയും ഒക്കെ ഇത് ചെയ്യും. അതുപോലെ തന്നെ LSDC വയർലെസ് ഓഡിയോ ഉണ്ട്. അതായത് സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണത്. അതുപോലെ തന്നെ OnePlus ഓഡിയോ ID എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ പ്രൊഫൈൽ, അതായത് നിങ്ങൾ മൂവി കാണുന്ന സമയത്ത് ഒരു പ്രൊഫൈൽ, നിങ്ങൾക്ക് സോങ് കേൾക്കുന്ന സമയത്ത് വേറൊരു പ്രൊഫൈൽ, അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫൈൽസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 38 മണിക്കൂർ ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ വാപ്പ് ചാർജിങ് എനേബിൾഡ് ആണ്. ബ്ലൂടൂത്ത് 5.2 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അൾട്രാ ലോ ലേറ്റൻസി. നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഒരു ബഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കാം, OnePlus 6ന് മേളിലോട്ടുള്ള ഡിവൈസുകളിലായിരിക്കും ആ ഒരു അൾട്രാ ലോ ലേറ്റൻസി വരിക. ബാക്കിയുള്ളതിലെല്ലാം ഇഷ്യൂ ആയിരിക്കും. ENC3 മൈക്ക് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അതായത് നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടുള്ള സൗണ്ടൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങളുടെ മൈക്കിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് മാത്രം വളരെ വ്യക്തമായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് OnePlusൻ്റെ ബഡ്സ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോഴാണ് ഈ ഒരു OnePlus എക്കോസിസ്റ്റം വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കാരണം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് OnePlusൻ്റെ OnePlus വാച്ച് കൊബാൾട്ട് എഡിഷൻ ആണ്. കാരണം ഐഫോണിനാണ് പൊതുവേ ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ളത്. ഇതിൻ്റെ അകത്ത് എനിക്ക് പലതവണ പല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. കോളുകൾ എടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ എന്താണ് മെസ്സേജ് എന്ന് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം. ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ആൻഡ് നല്ലൊരു ബാറ്ററി ബാക്കപ്പും. എനിക്ക് പെർഫെക്റ്റ്ലി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് OnePlus വാച്ച് കൊബാൾട്ട് എഡിഷൻ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. OnePlusൻ്റെ അൺബോക്സിങ്സ് എല്ലാം പണ്ട് മുതലേ നല്ലത് തന്നെയാണ്. വാവ്, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ OnePlus Buds Pro മാറ്റ് ബ്ലാക്ക് എഡിഷൻ. ഗൈസ്, സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നത്, OnePlus Buds Pro. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കാതിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ AC വർക്കാവുന്ന സൗണ്ട് കേൾക്കാം. എൻ്റെ അമ്മ അവിടെ തൂക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കാം. അമ്മ പതുക്കെ തൂക്കൂ. ജസ്റ്റ് ഞാനിതിനെ കാതിൻ്റെ അകത്തേക്ക് വെക്കണം. അപ്പോൾ എനിക്കിവിടുത്തെ ACയുടെ സൗണ്ടും കേൾക്കാൻ പറ്റില്ല, അമ്മ അവിടെ തൂക്കുന്ന സൗണ്ടും കേൾക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ നമ്മളൊരു സ്റ്റുഡിയോ റൂമിലൊക്കെ കയറിയ ഒരു ആംബിയൻസ്. അതായത് മൊത്തത്തിൽ നമ്മുടെ പുറത്തുള്ള നോയ്സിനെ കട്ട് ഓഫ് ചെയ്യും. ഞാൻ സംസാരിക്കുന്നത് പോലും എനിക്ക് കുറച്ച് ഉറക്കെ സംസാരിച്ചാലേ കേൾക്കാൻ പറ്റുന്ന ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. സോ ഇതുവരെ പാട്ടൊന്നും കേട്ടു നോക്കിയിട്ടില്ല. നമുക്ക് കേട്ടു നോക്കാം. പിന്നെ ആ ഒരു പെട്ടി തുറക്കപ്പോഴേ ഇതിനകത്ത് ആനിമേഷൻ വരും, നമ്മൾ OnePlus ബഡ്സ് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ലൈവായിട്ടുള്ളൊരു റിയാക്ഷൻ തരണമെന്ന് തോന്നി. അതാണ് എനിക്ക് ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ. അത് അടിപൊളിയായിരുന്നു. എനിക്ക് പുറത്തുള്ള നോയ്സ് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ വേറെ കമ്പനിയുടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇയർബഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അത്രമാത്രം ഞാൻ പറയണുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു തിയേറ്ററിൻ്റെ അകത്ത് കയറിയ ഫീലുണ്ട്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കുമോ എൻ്റെ കാതൊക്കെ. ഒരു മാരക സിറ്റുവേഷൻ. പുറത്തുള്ള ഒരു നോയ്സും കേൾക്കാൻ പറ്റില്ല. 100% പുറത്തുള്ള ഒരു നോയ്സും കേൾക്കാൻ പറ്റില്ല. അതൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഫീല്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. എനിക്കിത് ഒരു മാസം യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രിസൈസായിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. എനിക്ക് അതിനേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മാരകം. നിങ്ങൾക്ക് ഇനി പുറത്ത് കേൾക്കാമെന്ന് എനിക്കറിയില്ല. ഒരെണ്ണം വെച്ച് കേട്ടോ നോക്കട്ടെ. ഇതിൻ്റെ 100% വോള്യത്തിൽ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ ഒരു മനുഷ്യനെ റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ ഒരു മാസം കേൾക്കുകയാണെങ്കിൽ വിത്തിൻ 1 month നിങ്ങളുടെ കാതടിച്ചു പോകുന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. ഒരു 80% മേ ബി ഒരു 60%, 65 ഒക്കെ മതിയാവും. ഈവൻ ബേസ് തന്നെ അത്രത്തോളം ഉണ്ട്. ഒരു രക്ഷയില്ല. മിഡ് ഹൈ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. OnePlus Buds Pro
മാരക സാധനമാണ്. ഞാൻ പറയാണ്, ഐ എം സോ ഇംപ്രസ്ഡ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു. എനിക്ക് ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കാതിൽ വെച്ചിട്ട് എനിക്ക് കേൾപ്പിച്ചു തരാൻ പറ്റിയേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അത്രത്തോളം മാരക സാധനം, പറയാതിരിക്കാൻ വയ്യ. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്തത് OnePlus ബഡ്സ് പ്രോയാണ്, അതിൻ്റെ മാറ്റ് ബ്ലാക്ക് എഡിഷൻ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ഷോർട്ട് കുട്ടി വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഞാനിതിൽ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യട്ടെ.